ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു അടിപൊളി പാവയ്ക്കക്കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒട്ടും കയ്പൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. പാവയ്ക്ക കഴിക്കാത്ത ആൾ വരെ ഇങ്ങനെ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിച്ചോളും കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇനി അതിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തിട്ട് കഴുകണം കേട്ടോ. ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മാങ്ങ വേണം കേട്ടോ. പച്ചമാങ്ങ എന്നിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ കഷ്ണം കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറുള്ളി എടുത്താൽ മതി. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പിലയും നേരത്തെ കട്ട് ചെയ്ത് വെച്ച് പാവയ്ക്കും മാങ്ങയും അതെല്ലാം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ വഴറ്റിയെടുക്കുക. 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുളക് പൊടി നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കെല്ലാം ചെയ്യട്ടോ. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇത് അത്യാവശ്യം മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഇനി ഇത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലുള്ള മാങ്ങയെല്ലാം നന്നായിട്ട് വെന്തിട്ട് നല്ലൊരു കട്ടി കിട്ടും കേട്ടോ കറിക്ക്. മാങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ മാങ്ങ വരെ പുളി എടുക്കുക കേട്ടോ. അപ്പോൾ പുളി കുറച്ചധികം തന്നെ എടുത്തിട്ട് വെള്ളത്തിലൊന്ന് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം അതും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി ഇത് ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ. അന്ന് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ചോറിന് ഇത് മാത്രം മതി കേട്ടോ, വേറൊന്നും വേണമെന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.